പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. സിംഗപ്പൂരിൽ UPI പേയ്മെന്റ് സംവിധാനം വിപുലീകരിക്കുന്നു. ലിക്വിഡ് ഗ്രൂപ്പുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ഫോൺപേ. ഇന്ത്യൻ യാത്രക്കാർക്ക് പേയ്മെന്റ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ഫോൺപേ ലിക്വിഡ് ഗ്രൂപ്പുമായി സഹകരിക്കുന്നത്. ഫോൺപേ ഉപയോക്താക്കൾക്ക് സിംഗപ്പൂരിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പേയ്മെന്റുകൾ നടത്താം. ലിക്വിഡ് ഗ്രൂപ്പിന്റെ വിപുലമായ വ്യാപാര ശൃംഖലയിൽ UPI വഴി സ്കാൻ ചെയ്യാനും പണമടയ്ക്കാനും യാത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ ഫോൺപേ ആപ്പ് ഉപയോഗിക്കാം. ചാങ്കി എയർപോർട്ട്, ജനപ്രിയ റെസ്റ്റോറന്റുകൾ, ബാറുകൾ തുടങ്ങിയ പ്രശസ്തരായ റീറ്റെയിലർമാർ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ പതിവായി വരുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഈ QR കോഡുകൾ ലഭ്യമാകും. ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്തതും സുതാര്യവുമായ ഇടപാടനുഭവം ഉറപ്പാക്കിക്കൊണ്ട് പേയ്മെന്റുകൾ ഇന്ത്യൻ രൂപയിൽ പ്രോസസ് ചെയ്യും. ഇന്ത്യൻ യാത്രക്കാർക്കും സിംഗപ്പൂരിലെ NRIകൾക്കും പ്രയോജനപ്പെടുന്ന മറ്റ് UPI അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചറുകളും ഈ പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്നു. ഫോൺപേ ഉപയോക്താക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് പേ നൗ UPI റിയൽ ടൈം റെമിറ്റൻസ് കോറിഡോർ ഉപയോഗപ്പെടുത്താം. ഇതിനായി ബാങ്ക് അക്കൗണ്ട് നമ്പറുകളോ IFSC കോഡുകളോ ആവശ്യമില്ല. ഇന്ത്യൻ യാത്രക്കാർക്ക് പുതിയ പങ്കാളിത്തം വളരെയധികം ഉപകാരപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ തിരുവനന്തപുരം റിയാദ് സർവീസ് തുടങ്ങി. തിങ്കളാഴ്ചകളിലാണ് നേരിട്ടുള്ള ഫ്ലൈറ്റ്. സൗദിയിലെ മലയാളി പ്രവാസികളുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നു റിയാദിലേക്ക് നേരിട്ടുള്ള ഫ്ലൈറ്റ്. ഇന്നലെയാണ് ആദ്യ സർവീസ് നടത്തിയത്. തിങ്കളാഴ്ചകളിൽ രാത്രി 7:55 പുറപ്പെടുന്ന ഫ്ലൈറ്റ് 10:40 റിയാദിലെത്തും. അന്ന് രാത്രി തന്നെ മടങ്ങുന്ന ഫ്ലൈറ്റ് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. നിലവിൽ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് എയർ ഇന്ത്യ സർവീസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 8ാമത്തെ ഇന്റർനാഷണൽ സർവീസാണിത്. തമിഴ്നാട്ടിലുള്ളവർക്കും ഈ ഫ്ലൈറ്റ് ഗുണകരമാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് എയർപോർട്ടിലെ യാത്രക്കാർക്ക് 10,000 സൗജന്യ നോൽ കാർഡുകൾ വിതരണം ചെയ്തു. ദുബായ് മെട്രോയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണിത്. ദുബായ് വിമാനത്താവളങ്ങളിലെത്തിയ യാത്രക്കാർക്ക് പാസ്പോർട്ടിൽ പ്രത്യേക സ്റ്റാമ്പും പതിച്ചു നൽകി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ മെട്രോയുടെ വാർഷികം ആഘോഷിച്ചത്. ദുബായിയുടെ ഗതാഗത സംവിധാനത്തിൽ മെട്രോ ശൃംഖലയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. താമസക്കാർക്കും സന്ദർശകർക്കും ഗതാഗതം സുഗമമാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി ദുബായ് മെട്രോ കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ 15 വർഷമായി വിശിഷ്ടവും ഫലപ്രദവുമായ ഗതാഗത സേവനങ്ങൾ വാഗ്ദാനം ചെയ്തും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കിയും മെട്രോ മികച്ച വിജയം കൈവരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വിമാനയാത്രക്കാരുടെയും വ്യോമയാന കമ്പനികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ നിയമം. വിമാനം വൈകിയാൽ താമസ സൗകര്യം അനുവദിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുൻപ് ഒമാൻ ഏവിയേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതാണ് പുതിയ നീക്കം. യാത്രക്കാരിൽ നിന്ന് നേരത്തെ പ്രഖ്യാപിച്ചതല്ലാത്ത ഫീസുകളോ അധിക നിരക്കുകളോ ഈടാക്കാൻ പാടില്ല. വിമാന കമ്പനികൾ അധിക ബുക്കിംഗുകൾ നടത്താൻ പാടില്ലെന്നും നിയമത്തിലുണ്ട്. ഇങ്ങനെ അധിക ബുക്കിംഗ് കാരണം യാത്ര മുടങ്ങിയാൽ വിമാന കമ്പനി യാത്രക്കാരന്റെ അവകാശങ്ങൾ രേഖാമൂലം നൽകണം. യാത്രക്കാരന് അതേ വിമാനത്തിലോ മറ്റ് വിമാന കമ്പനിയുടെ വിമാനത്തിലോ യാത്ര ചെയ്യാൻ അവസരമൊരുക്കണം. ഉയർന്ന ക്ലാസ്സിലാണ് സീറ്റ് നൽകുന്നതെങ്കിൽ അധിക നിരക്ക് ഈടാക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. വിമാനം റദ്ദാക്കിയാൽ 2 മണിക്കൂറിനുള്ളിൽ യാത്രാ സൗകര്യം അനുവദിച്ചാൽ മറ്റ് ആനുകൂല്യങ്ങൾ യാത്രക്കാരന് നൽകേണ്ടതില്ല. 2 മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് യാത്രാ സൗകര്യം ഒരുക്കുന്നതെങ്കിൽ ടിക്കറ്റിന്റെ 50% തുക തിരിച്ചു നൽകണം. 6 മണിക്കൂറിലധികം വൈകിയാൽ യാത്രക്കാരന് കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയുടെ വ്യവസായിക ഉൽപ്പാദന സൂചിക ഉയർന്നു. കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ഉൽപ്പാദനം വർദ്ധിച്ചതാണ് കാരണം. വ്യാവസായിക ഉൽപ്പാദന സൂചിക ജൂലൈയിൽ 1.6% ഉയർന്നു. ഉൽപാദന പ്രവർത്തനത്തിലെ കുതിച്ചുചാട്ടമാണിതിന് കാരണമെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ഉൽപാദന പ്രവർത്തനങ്ങൾ 4.6% വർദ്ധിച്ചു. കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം 5.7%, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം 10.1% വർദ്ധിച്ചതാണ് ഉൽപാദന മേഖലയിലെ ഈ ഉയർച്ചയ്ക്ക് കാരണമായത്.
വിഷൻ 2030 പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സൗദി അറേബ്യയുടെ ശക്തമായ ഉൽപാദന വളർച്ച നിർണായകമാണ്. ഇത് കാരണം രാജ്യം അതിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. വിപണി സുസ്ഥിരമാക്കാൻ സൗദി അറേബ്യ 2023 ഏപ്രിലിൽ പ്രതിദിനം 5 ലക്ഷം ബാരൽ എണ്ണ ഉൽപാദനം കുറച്ചു. ഈ വെട്ടിക്കുറവ് 2024 ഡിസംബർ വരെ നീട്ടി. വൈദ്യുതി, വാതകം, നീരാവി, എയർ കണ്ടീഷനിംഗ് വിതരണ പ്രവർത്തനങ്ങൾ ജൂലൈയിൽ 8.2% വർദ്ധിച്ചു. അതേസമയം ജലവിതരണം, മലിനജലം, മാലിന്യ സംസ്കരണം, പരിഹാര പ്രവർത്തനങ്ങൾ എന്നിവ 1.1% ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.